വെൽക്കം ടു CSEB ആസ്പിരൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഒരു മോക്ക് ടെസ്റ്റ് സീരീസിലെ ഒരു മോക്ക് ടെസ്റ്റാണ് കേട്ടോ, പുതിയ മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് പോകാം. ദ ലാസ്റ്റ് അമെൻമെൻറ്റ് ഇൻ ദ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വാസ് മെയ്ഡ് ഓൺ. ലാസ്റ്റ് അമെൻമെൻറ്റ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ പുതിയ ഒരു അമെൻമെൻറ്റ് വന്നത് ഡേറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. 4/8/2023. ഓപ്ഷൻ ബി ആയിട്ട് കൊടുത്തിട്ടുള്ളത് 3/8/2023, 4/6/2022, 4/6/2023 എന്നാണ് ലാസ്റ്റ് അമെൻമെൻറ്റ് വന്നത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൽ എന്നാണ് ചോദ്യം. അമെൻമെൻറ്റ് വന്നത് എന്നാണ്? 3/8/2023 അമെൻമെൻറ്റ് വന്നിട്ടുള്ളത് കേട്ടോ. എന്നാ വന്നിട്ടുള്ളത്? 3/8 കേട്ടോ. 2023 3/8 ഒരു പുതിയ അമെൻമെൻറ്റ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ്, മാക്സിമം എമൗണ്ട് ഓഫ് അസിസ്റ്റൻസ് അണ്ടർ ദ റിസ്ക് ഫണ്ട് സ്കീം. റിസ്ക് ഫണ്ട് സ്കീമുമായിട്ടുള്ള ചോദ്യങ്ങൾ, അങ്ങനത്തെ ആ ഫണ്ടിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ട്. മാക്സിമം എമൗണ്ട് ഓഫ് അസിസ്റ്റൻസ് അണ്ടർ ദ റിസ്ക് ഫണ്ട് സ്കീം. റിസ്ക് ഫണ്ട് സ്കീമിൽ എത്ര അസിസ്റ്റൻസ് ആണ് മാക്സിമം കൊടുക്കുക എന്നതാണ് ചോദ്യം കേട്ടോ. 1 lakh, 2 lakh, 3 lakh, 1.25 lakh. എത്രയാണ് കൊടുക്കാറ് മാക്സിമം? മാക്സിമം 3 lakh ആണ് പ്രൊവൈഡ് ചെയ്യാറ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ടയർ 2 ക്യാപിറ്റൽ അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ടയർ 2 ക്യാപിറ്റൽ അല്ലാത്തത്, നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ടയർ 2 ക്യാപിറ്റൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അൺഡിസ്ക്ലോസ്ഡ് റിസർവ്സ്, റീവാലുവേഷൻ റിസർവ്സ്, ഇന്നോവേറ്റീവ് പെർപെക്ച്വൽ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്, സബോർഡിനേറ്റഡ് ടേം റിസർവ്സ് ഡെറ്റ്. ഇതിലേതാണെന്നാണ് ടയർ 2 ക്യാപിറ്റൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ്. ടയർ 1 ടയർ 2 മൊത്തം നിങ്ങൾ നന്നായി പഠിക്കണം കേട്ടോ. ടയർ 1 എന്തൊക്കെയുണ്ട്, ടയർ 2 എന്തൊക്കെയുണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് മാറി മാറി ചോദിക്കാറുള്ളതാണ്. ഇന്നോവേറ്റീവ് പെർപെക്ച്വൽ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് ഈ ഒരു ടയർ 2 ക്യാപിറ്റൽ അല്ലാത്തത്. ഓക്കെ, ബാക്കിയെല്ലാം ടയർ 2 ക്യാപിറ്റൽ ആണ്. നെക്സ്റ്റ്, ഇഫ് ദ പ്രസിഡൻറ്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഡിസയർ ടു ടെൻഡർ ഹിസ് റെസിഗ്നേഷൻ. അദ്ദേഹം റെസിഗ്നേഷൻ ചെയ്യാൻ തീരുമാനിച്ചാൽ ഈ ലെറ്റർ ഓഫ് റെസിഗ്നേഷൻ ആരുടെ മുമ്പിലാണ് പ്ലേസ് ചെയ്യുക എന്നതാണ് ഫോർ ദ കൺസിഡറേഷൻ അല്ലേ. ആരുടെ മുമ്പിൽ പ്ലേസ് ചെയ്യുക? മാനേജിംഗ് കമ്മിറ്റിക്ക് മുമ്പാകെയാണോ, ചീഫ് എക്സിക്യൂട്ടീവിന് മുമ്പാകെയാണോ, രജിസ്ട്രാറിന് മുമ്പാകെയാണോ, ചീഫ് എക്സിക്യൂട്ടീവ് ഓർ രജിസ്ട്രാർ ആണോ? ആർക്കാണ് കൊടുക്കുന്നത്? പ്രസിഡൻ്റാണ് കേട്ടോ. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡൻ്റാണ് റിസൈൻ ചെയ്യുന്നതെങ്കിൽ ആ റെസിഗ്നേഷൻ ആർക്കാണ് പ്ലേസ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ആർക്കാണ് കൊടുക്കുക? മാനേജിംഗ് കമ്മിറ്റിക്കാണ് വയ്ക്കുക അല്ലേ. മാനേജിംഗ് കമ്മിറ്റിക്കാണ് ഇത്തരത്തിൽ പ്രസിഡൻറ്റ് പോകുമ്പോൾ വയ്ക്കുക. നെക്സ്റ്റ്, ദ ചാർജ് അസൈൻമെൻറ്റ് ഈസ് ഗവേൺഡ് ബൈ ദ പ്രൊവിഷൻസ് ഓഫ്. ചാർജ് അസൈൻമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ളത് ഒരു ആക്ട് പറയുന്നുണ്ട്. ഏത് ആക്ടിലാണ് പറയുന്നത്? അതിൻ്റെ പ്രൊവിഷൻസ് ആണ് കേട്ടോ. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട്, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട്, നൺ ഓഫ് ദി എബോവ്. ഇതിലൊന്നുമല്ല. അസൈൻമെൻറ്റും അതിൻ്റെ ടൈപ്പ് ഓഫ് അസൈൻമെൻറ്റുകളെ കുറിച്ചും പറയുന്ന ആക്ട് ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിലാണ് ഈ ഒരു അസൈൻമെൻറ്റുകളെ കുറിച്ച് പറയുന്നത്, പ്രൊവിഷൻസിനെ കുറിച്ച് പറയുന്നത് കേട്ടോ. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് മോർട്ടഗേജസ് ദ ലോൺ ക്യാൻ ബി റിക്കവേർഡ് ഫ്രം ഇൻകം ഓഫ് ദ പ്രോപ്പർട്ടി ഇൻസ്റ്റെഡ് ഓഫ് ഫ്രം ദ ബോറോ. അതായത് ഈ ഒരു മോർട്ടഗേജിൽ നിന്നും ലോൺ റിക്കവർ ചെയ്യാൻ, അതായത് പ്രോപ്പർട്ടിയിൽ നിന്ന് എന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ അത് എടുക്കാം എന്നാണ് പറയണത് കേട്ടോ. പ്രോപ്പർട്ടിയിൽ നിന്ന് എന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് ഇൻസ്റ്റഡ് ഫ്രം ദ ബോറോവറിൽ നിന്നും എടുക്കാതെ പ്രോപ്പർട്ടിയിൽ നിന്നും കിട്ടുന്ന ഇൻകം ഇതിനു വേണ്ടി ഉപയോഗിക്കാം, റിക്കവർ ചെയ്യാം എന്നാണ് പറഞ്ഞത്. അത് ഏതായിരുന്നു? സിമ്പിൾ മോർട്ടഗേജ് ആണോ, യൂസഫ്രക്ചറി ആണോ, ഇംഗ്ലീഷ് ആണോ, മോർട്ടഗേജ് ബൈ കണ്ടീഷണൽ സെയിലാണോ? അപ്പോൾ അത് യൂസഫ്രക്ചറി മോർട്ടഗേജ് ആണ് കേട്ടോ. യൂസഫ്രക്ചറിയിലാണ് ഇത്തരമുള്ള സാധനങ്ങൾ എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങനത്തെ ഒരു സംഭവം. ഓക്കെ. വാട്ട് ടൈപ്പ് ഓഫ് ചാർജ് ഈസ് അവൈലബിൾ ടു ബാങ്ക് വെൻ ദ ലോൺ ഈസ് ഗ്രാൻഡഡ് അഗെയിൻസ്റ്റ് സെക്യൂരിറ്റി ഓഫ് ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസിപ്റ്റ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് FD റെസിപ്റ്റിനെതിരെ കൊടുക്കുന്ന ചാർജ് എന്ത് പേരിലാണ് അറിയപ്പെടുക? ഹൈപ്പോത്തിക്കേഷൻ ആണോ, അസൈൻമെൻ്റ് ആണോ, ലീൻ ആണോ, പ്ലഡ്ജ് ആണോ? FD റെസിപ്റ്റിനെതിരെ കൊടുക്കുന്നതാണ് കേട്ടോ. അതിനെ പറയുന്ന പേരാണ് അസൈൻമെൻറ്റ് എന്നുള്ളത് കേട്ടോ. FD റെസിപ്റ്റിനെതിരെ കൊടുക്കുന്നത് അസൈൻമെൻ്റ് ആണ്. ഓരോന്നിനും ഓരോന്ന് പറയുമല്ലോ നമ്മൾ. ഇനി അടുത്തത്, വാട്ട് റൈറ്റ് ദ ബാങ്കേഴ്സ് ജനറൽ ലീൻ കൺഫർ അപ്പോൺ ദ ബാങ്ക്. ബാങ്കറിൻ്റെ ജനറൽ ലീൻ കൺഫർ ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. റൈറ്റ് ടു റീറ്റെയിൻ ദ സെക്യൂരിറ്റീസ് ഇൻ റെസ്പെക്ട് ഓഫ് ജനറൽ ബാലൻസ് ഡ്യൂ ബൈ ഇറ്റ്സ് ഓണർ, റൈറ്റ് ടു അപ്രോപ്രിയേറ്റ് ദ സെക്യൂരിറ്റി അഗെയിൻസ്റ്റ് ഡ്യൂ ബാലൻസ്, അതുപോലെ റൈറ്റ് ടു സെയിൽ സെക്യൂരിറ്റി
in respect of general balance due by its owner to seek attachment before judgment from the court. ഇതിലേത് കേസിലാണ് ബാങ്കേഴ്സിൻ്റെ ജനറൽ ലീൻ കൺഫർ ചെയ്യുന്നത് അപ്പോൺ ദ ബാങ്ക് എന്ന്? അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻ എയിലാണ് കേട്ടോ. റൈറ്റ് ടു റീറ്റെയിൻ സെക്യൂരിറ്റീസ് ഇൻ റെസ്പെക്റ്റ് ഓഫ് ജനറൽ ബാലൻസ് ഡ്യൂ ബൈ ഇറ്റ്സ് ഓണർ, അതിലാണ് ബാങ്കേഴ്സ് ജനറൽ ലീൻ കൺഫർ ചെയ്തിട്ടുള്ളത്. 9ാമത്തെ ഹൂ അമംഗ് ദ ഫോളോയിങ് ഈസ് ബെനഫിഷ്യറി, ബാങ്ക് ഗ്യാരണ്ടിയുടെ ബെനഫിഷ്യറി താഴെ കൊടുത്തിട്ടുള്ള ആരാണ് ഇൻ ഹൂം ഫേവർ, ആരാണ് ബാങ്ക് ഗ്യാരണ്ടി കൊടുത്തത് അവരാണല്ലോ ഫേവർ ആയിരിക്കുക. ഓക്കെ. ബാങ്ക്സ് കസ്റ്റമർ ഓൺ ഹൂസ് ബിഹാഫ് ബാങ്ക് ഗ്യാരണ്ടി ഈസ് ഗിവൺ. പിന്നെ ദ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഹൂ ഓഫേഴ്സ് കോൺട്രാക്റ്റ് ടു കോൺട്രാക്ടർക്ക് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുമ്പോൾ അതാണോ ബെനഫിഷ്യറി ആവുക ബാങ്ക് ഗ്യാരണ്ടിയുടെ? ദ പേഴ്സൺ ഹൂ ഈസ് സ്പെഷ്യലി മെൻഷൻഡ് ഇൻ ദ ബാങ്ക് ഗ്യാരണ്ടി ആസ് ബെനഫിഷ്യറി, പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്താ വരിക? ആരുടെ ഫേവറിലാണോ ബാങ്ക് ഗ്യാരണ്ടി കൊടുത്തത് അവരാണ് കേട്ടോ ബെനഫിഷ്യറി ആവുക. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റാണ്. ഇൻ ഹൂസ് ഫേവർ ബാങ്ക് ഗ്യാരണ്ടി ഈസ് ഗിവൺ ആണ് ആൻസറായി വരിക. നെക്സ്റ്റ്, വിച്ച് വൺ എമംഗ് ദ ഫോളോയിങ് പ്രൊമോട്ടഡ് ദ കൺസെപ്റ്റ് ഓഫ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് കേട്ടോ, ഫിനാൻസിങ് ദ പുവർ. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് പ്രൊമോട്ട് ചെയ്യുന്നത് ആരാണ്? RBI ആണോ, നബാർഡ് ആണോ, യൂണിയൻ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് ആണോ, യൂണിയൻ മിനിസ്ട്രി ഓഫ് ലേബർ ആണോ? ആരാണ് പ്രൊമോട്ട് ചെയ്യുന്നതെന്നാണ് ചോദ്യം. അറിയാമല്ലേ, നബാർഡാണ് ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത്, SHGനെ. ഇനി ഇൻ റിലേഷൻ ടു PSESസുമായി ബന്ധപ്പെട്ടുള്ള ഒരു പദമാണ് NCL സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റാൻഡ് ഫോർ. NCLൻ്റെ ഫുൾ ഫോം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. NCLൻ്റെ ഫുൾ ഫോം എന്താണെന്നാണ് ചോദ്യം. NCLൻ്റെ ഫുൾ ഫോം എന്താണ്? നോർമൽ ക്രെഡിറ്റ് ലിമിറ്റാണ് NCLൻ്റെ ഫുൾ ഫോം കേട്ടോ, നോർമൽ ക്രെഡിറ്റ് ലിമിറ്റ്. നെക്സ്റ്റ്, മിസ്റ്റർ എക്സ് മെയിൻറ്റെയിൻസ് SBI അക്കൗണ്ട് വിത്ത് യുവർ ബാങ്ക്. ബാങ്കുമായിട്ട് എക്സ് SBI അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഹി ഹാസ് ഗിവൺ POA കൊടുത്തു സണ്ണിനോട് ഓപ്പറേറ്റ് ചെയ്തോളാൻ പറഞ്ഞിട്ട് SBI അക്കൗണ്ട് കേട്ടോ, അദ്ദേഹമാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ റിലേഷൻഷിപ്പ് എന്താണെന്ന്? ബാങ്കും മിസ്റ്റർ എക്സും തമ്മിൽ എന്താ റിലേഷൻ? ഡെറ്റർ ആൻഡ് ക്രെഡിറ്റർ തന്നെ അല്ലേ? ആർക്ക് കൊടുത്താലും തുടങ്ങുന്ന റിലേഷൻഷിപ്പ് ഡെറ്റർ ആൻഡ് ക്രെഡിറ്റർ അല്ലേ? അതാണ് പറഞ്ഞത്. ഒരു ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആളും ഒരു ബാങ്കറും തമ്മിലുള്ള ജനറൽ റിലേഷൻഷിപ്പ് തന്നെ, അതുകൊണ്ട് ഡെറ്റർ ആൻഡ് ക്രെഡിറ്റർ തന്നെ കേട്ടോ. ഓക്കെ. ഇനി അടുത്തത്, ഇൻ കേസ് ഓഫ് ഇൻഡിവിജ്വൽ ഡെപ്പോസിറ്ററിൻ്റെ കേസിൽ അതർ ദാൻ സീനിയർ സിറ്റിസൺസ് ഫോർ നോട്ട് ഡിഡക്റ്റിംഗ് ടാക്സ് അറ്റ് സോഴ്സ് ദ ഡെപ്പോസിറ്റർ ഹാസ് ടു സബ്മിറ്റ് ഫോം ഡാഷ് ടു ബാങ്ക്. 15G ആണോ, H ആണോ, 26Q ആണോ, 16A ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് ഇൻഡിവിജ്വൽ ഡെപ്പോസിറ്റേഴ്സ് അതർ ദാൻ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ നമ്മൾ കൊടുക്കുക 15H ആണ് കേട്ടോ. ഇൻഡിവിജ്വൽ സിറ്റിസൺ ആണെങ്കിൽ നമ്മൾ കൊടുക്കുക 15G ആണ് ഫുൾ. അതായത് ടാക്സ് പിടിക്കാതിരിക്കാൻ നമ്മൾ കൊടുക്കുന്ന ഇതാണ് ഫോമാണ് 15G. നമ്മൾ നോർമൽ ഡെപ്പോസിറ്റർ ഇൻഡിവിജ്വൽ ഡെപ്പോസിറ്റർ 15G കൊടുക്കും. എന്നാൽ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 15H ആണ് കൊടുക്കുക കേട്ടോ. അപ്പോൾ അവർക്ക് ടാക്സ് ഡിഡക്ഷൻ കിട്ടും. ഇനി KYC ഗൈഡ്ലൈൻസ് ഓഫ് RBI പ്രൊട്ടക്റ്റ് ബാങ്ക്സ് ഫ്രം ബീയിങ് യൂസ്ഡ് ഫോർ. എന്തിൽ നിന്നാണ് പ്രൊട്ടക്ഷൻ? മണി ലോണ്ടറിങ് പർപ്പസ് ബൈ ക്രിമിനൽസ്, അതൊന്നും പ്രൊട്ടക്ഷൻ ഉണ്ട്. ഫിനാൻസിങ് ടെററിസം, അതിൽ നിന്നും പ്രൊട്ടക്ഷൻ ഉണ്ട്. ഫോർ ഫിനാൻസിങ് ബ്ലാക്ക് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ്, അങ്ങനൊരു സംഭവത്തെക്കുറിച്ച് പറയുന്നില്ല അല്ലേ. സോ നമ്മുടെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 1ഉം 2ഉം ഉള്ളതാണ്. അപ്പോൾ 1ഉം 2ഉം ഉള്ളത് A ആണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഉത്തരം കേട്ടോ. 1ഉം 2ഉം ഉള്ളതാണ് ഉത്തരമായിട്ട് വരിക. ഫോർ ഫിനാൻസിങ് ബ്ലാക്ക് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ കുറിച്ച് നമ്മൾ മെൻഷൻ ചെയ്യുന്നില്ല. സോ അത് അല്ല, ആദ്യത്തെ 2 ഇനി ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് മ്യൂസിയം ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ് ബൈ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കണം. നമ്മുടെ കോഴിക്കോട്ടാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് കോപ്പറേറ്റീവ് മ്യൂസിയം ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ജസ്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കുക. ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് മ്യൂസിയം, ഇന്ത്യാസ് ഫസ്റ്റ് മ്യൂസിയം ഡെഡിക്കേറ്റഡ് ടു കോപ്പറേറ്റീവ്സ് ഈസ് ഗോയിങ് ടു ഓപ്പൺ ലൊക്കേറ്റഡ് ഇൻ കോഴിക്കോട്, കേരള. എവിടെയാണ്? കോഴിക്കോട്, കേരള. ICM ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് മ്യൂസിയം എന്നാണ് പേര് കേട്ടോ. ദ മ്യൂസിയം ഈസ് ഹൗസ്ഡ് ഇൻ എ 14 സ്റ്റോറി ബിൽഡിംഗ്
മേക്കിംഗ് ഇറ്റ് എ പ്രൊമിനൻറ്റ് ലാൻഡ്മാർക്ക് ഇൻ ദ ഹാർട്ട് ഓഫ് കോഴിക്കോടിലൊരു ലാൻഡ്മാർക്ക് പോലെ വരാൻ പോവാണ്. ദ മ്യൂസിയം എയിംസ് ടു ഷോക്കേസ് ദ ഹിസ്റ്ററി, സക്സസ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ് ഓഫ് ഇന്ത്യസ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് വിത്ത് പർട്ടിക്കുലർ ഫോക്കസ് കേരളയ്ക്ക് കൊടുക്കും. ഇന്ത്യയുടെ അച്ചീവ്മെൻറ്റ്സ് അതിൽ നോട്ട് ചെയ്യും. ഇറ്റ് വിൽ ഹൈലൈറ്റ് പ്രൊമിനൻറ്റ് കോപ്പറേറ്റീവ്സ് ബ്രാൻഡ്സ് ലൈക്ക് അമൂൽ, ഇന്ത്യൻ കോഫി ഹൗസ്, ഇഫ്കോ, കേരള ദിനേശ് ബീഡി, ഇതൊക്കെ വളർന്നു വന്ന വലിയ സംരംഭങ്ങളാണ്. അപ്പോൾ അവരുടെ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ ഇതിൽ രേഖപ്പെടുത്തും, അല്ലെങ്കിൽ അവരുടെ സക്സസ്സും ഹിസ്റ്ററിയും അതൊക്കെ ഒരു ഷോക്കേസ് പോലെ. അതിനാണ് മ്യൂസിയം. ഓരോരുത്തരുടെ വളർച്ചയെക്കുറിച്ചിട്ടുള്ള ഒരു കാര്യങ്ങൾ അവിടെ ഉണ്ടാവും. ഇൻകോർപ്പറേറ്റിംഗ് ദ ലേറ്റസ്റ്റ് ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, വിർച്വൽ റിയാലിറ്റി, ഇതെല്ലാം മ്യൂസിയത്തിൽ ഉണ്ടായിരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ദ പ്രൊജക്ട് റിസീവ്ഡ് സപ്പോർട്ട് ഫ്രം ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് ലൈക്ക് ICA നിന്നും അതുപോലെ കോപ്പറേറ്റീവ്സ് ഇൻ യൂറോപ്പ്, ജപ്പാൻ ടു മേക്ക് കോംപ്രഹെൻസീവ് ഷോക്കേസ് ഒക്കെ നടത്താൻ അവർ നിന്ന് സഹായം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. റീസെൻ്റ്ലി ബാങ്ക്സ് ഹാവ് ഇൻട്രൊഡ്യൂസ്ഡ് ആൻ ഇൻ്റർ ബാങ്ക് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം ആൻഡ് ദിസ് സിസ്റ്റം ഈസ് നോൺ ആസ്. ഈ സിസ്റ്റം എന്ത് പേരിലാണ് അറിയപ്പെടുന്നതെന്നാണ്. അത് നമ്മൾ ഫുള്ള് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. IMBS ആയിരുന്നു. റീസെൻ്റ്ലി ബാങ്ക്സ് ഹാവ് ഇൻട്രൊഡ്യൂസ്ഡ് ആൻ ഇൻ്റർ ബാങ്ക് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം ആൻഡ് ദിസ് സിസ്റ്റം ഈസ് നോൺ ആസ്. ഓപ്ഷൻസ് ഉൾപ്പെടുത്താൻ വിട്ടുപോയതാണ്. 15 ചോദ്യം നമ്മൾ എടുത്തിട്ടുള്ളൂ. ആ 15 ചോദ്യം നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കണം കേട്ടോ. അത് ഫസ്റ്റ് കോപ്പറേറ്റീവ് മ്യൂസിയം പ്രത്യേകം ഓർത്ത് വയ്ക്കുക. കോഴിക്കോടാണ് ഫസ്റ്റ് കോപ്പറേറ്റീവ് മ്യൂസിയം വരുന്നത്. സോ അതൊന്ന് നിങ്ങൾ നന്നായി നോട്ട് ചെയ്ത് വെക്കണം. കോഴിക്കോട് വരുന്നത് കാരണം നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഇതിൽ നോക്കേണ്ടത് കോഴിക്കോടിൻ്റെ പേര് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് മ്യൂസിയം, ICM, ഇന്ത്യാസ് ഫസ്റ്റ് മ്യൂസിയം ഡെഡിക്കേറ്റഡ് ടു കോപ്പറേറ്റീവ്സ്. പിന്നെ അതുപോലെ തന്നെ 14 സ്റ്റോറി ബിൽഡിംഗ് ആണ്. ലാൻഡ്മാർക്ക് ഇൻ ദ ഹാർട്ട് ഓഫ് കോഴിക്കോടാണ് വരാൻ പോകുന്നത്. പിന്നെ ഇതിലെ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവരുടെ ഹിസ്റ്ററി, സക്സസ്, അച്ചീവ്മെൻറ്റ്സ്, ഇന്ത്യാസ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റും വിത്ത് കേരളത്തിൽ ഹൈലൈറ്റ് ചെയ്തെടുക്കുന്നത് അമൂലും ഇന്ത്യൻ കോഫി ഹൗസും ഇഫ്കോയും കേരള ദിനേശ് ബീഡിയും ഇവരെയൊക്കെ വളർച്ചയെക്കുറിച്ച് കാണിക്കും അതിൽ. അതാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതാണ് ഈ ഒരു 15 ചോദ്യമുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യങ്ങളായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ. താങ്ക് യു.